നമസ്തേ. സ്പോക്കൺ ട്യൂട്ടോറിയൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ചെറിയ കഥയിലൂടെ ഹിന്ദി പഠിക്കാം. കഥയുടെ പേര് ഇതാണ്: സച്ചാ ദോസ്ത്, യഥാർത്ഥ സുഹൃത്ത്. രാമു ഓർ ശ്യാമു ബച്പൻ കെ അച്ഛേ ദോസ്ത് തേ. രാമുവും ശ്യാമുവും നല്ല ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. രാമു ഓർ ശ്യാമു, രാമുവും ശ്യാമുവും. ബച്പൻ, ബാല്യകാലം. അച്ഛേ ദോസ്ത്, നല്ല സുഹൃത്തുക്കൾ. രാമു ഓർ ശ്യാമു ബച്പൻ കെ അച്ഛേ ദോസ്ത് തേ. വേ ഹമേശ സാത്ത് ഖേൽത്തെ പഠത്തെ ഓർ ഏക് ദൂസരോं की മദദ് കർത്തെ തേ. അവർ ഒരുമിച്ച് കളിക്കുകയും പഠിക്കുകയും പരസ്പരം സഹായിക്കുകയും ചെയ്യുമായിരുന്നു. വേ, അവർ. ഹമേശ, എപ്പോഴും. സാത്ത്, ഒരുമിച്ച്. ഖേൽന, കളിക്കുക. പഠന, പഠിക്കുക. മദദ് കർന, സഹായിക്കുക. പരസ്പരം സഹായിക്കാറുണ്ടായിരുന്നു എന്ന് പറയാൻ ഏക് ദൂസരോं की മദദ് കർത്തെ തേ. വേ ഹമേശ സാത്ത് ഖേൽത്തെ പഠത്തെ ഓർ ഏക് ദൂസരോं की മദദ് കർത്തെ തേ. ഏക് ദിൻ വേ ജംഗൽ മേ ഘൂമനെ ഗയേ. ഒരു ദിവസം അവർ കാട്ടിൽ കറങ്ങാൻ പോയി. ഏക് ദിൻ വേ ജംഗൽ മേ ഘൂമനെ ഗയേ. ഏക് ദിൻ, ഒരു ദിവസം. വേ, അവർ. ജംഗൽ, കാട്. ജംഗൽ മേ, കാട്ടിൽ. ഘൂമന, കറങ്ങുക. ഗയേ, പോയി. കറങ്ങാൻ പോയി എന്ന് പറയാൻ ഘൂമനെ ഗയേ, അല്ലെങ്കിൽ കറങ്ങാൻ പോയിരുന്നു എന്ന് പറയാൻ ഘൂമനെ ഗയേ തേ. ഏക് ദിൻ വേ ജംഗൽ മേ ഘൂമനെ ഗയേ. അച്ചാനക് ഏക് ബഡാ ബാലു ആ ഗയ. പെട്ടെന്ന് ഒരു കരടി വന്നു. അച്ചാനക് ഏക് ബഡാ ബാലു ആ ഗയ. അച്ചാനക്, പെട്ടെന്ന്. ഏക് ബഡാ, ഒരു വലിയ. ബാലു, കരടി. ആ ഗയ, അല്ലെങ്കിൽ ആയ, വന്നു. അച്ചാനക് കോൺ ആ ഗയ. അച്ചാനക് ഏക് ബഡാ ബാലു ആ ഗയ. രാമു ഡർക്കർ പേട് പർ ചढ़ ഗയ. രാമു പേടിച്ച് മരത്തിൽ കയറി. രാമു ഡർക്കർ പേട് പർ ചढ़ ഗയ. ഡർന, പേടിക്കുക. ഡർക്കർ, പേടിച്ചിട്ട്. പേട്, മരം. പേട് പർ, മരത്തിൽ. ചढ़ന, കയറുക. കയറി എന്ന് പറയാൻ ചढ़ ഗയ. രാമുവിനെ ഡർക്കർ ക്യാ കിയ. രാമു പേടിച്ചിട്ട് എന്താണ് ചെയ്തത്? രാമു ഡർക്കർ പേട് പർ ചढ़ ഗയ. ലേക്കിൻ ശ്യാമു കോ ചढ़ന നഹി ആതാ താ. പക്ഷേ ശ്യാമുവിന് കയറാൻ അറിയില്ലായിരുന്നു. ലേക്കിൻ ശ്യാമു കോ ചढ़ന നഹി ആതാ താ. ലേക്കിൻ, പക്ഷേ. ശ്യാമു കോ, ശ്യാമുവിന്. ചढ़ന നഹി ആതാ താ, കയറാൻ അറിയില്ലായിരുന്നു. ലേക്കിൻ ശ്യാമു കോ ചढ़ന നഹി ആതാ താ. ശ്യാമുവിന് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി. അവൻ എന്ത് ചെയ്തു? ഉസ്നെ ജൽദി സെ ജമീൻ പർ ലേട്ട. അവൻ പെട്ടെന്ന് തറയിൽ കിടന്നു. ഉസ്നെ ജൽദി സെ ജമീൻ പർ ലേട്ട. ഉസ്നെ, അവൻ. ജൽദി സെ, പെട്ടെന്ന്. ജമീൻ പർ, തറയിൽ. ലേട്ട്ന, കിടക്കുക. ലേട്ട, കിടന്നു. ലേട്ട്ന എന്ന വെർബിൻ്റെ പാസ്റ്റ് ടെൻസാണ് ലേട്ട. ഓക്കെ. ഉസ്നെ ജൽദി സെ ജമീൻ പർ ലേട്ട. ഓർ അപ്നി സാസ് രോക്ക് ലി ജൈസെ വ മർ ഗയ ഹോ. പിന്നെ മരിച്ചതുപോലെ ശ്വാസം പിടിച്ചു വെച്ചു. അപ്നി സാസ്, തൻ്റെ ശ്വാസം. രോക്ന, തടയുക അല്ലെങ്കിൽ പിടിച്ചു വയ്ക്കുക. ജൈസെ മർ ഗയ ഹോ, മരിച്ചതുപോലെ. ഓർ അപ്നി സാസ് രോക്ക് ലി ജൈസെ വ മർ ഗയ ഹോ. ബാലു ആയ ഉസെ സൂംഘ ഓർ ചലാ ഗയ. കരടി വന്നു, അവനെ മണം പിടിച്ചു, പിന്നെ പോയി. ബാലു, കരടി. ആയ, വന്നു. ആന, വരിക. വന്നു എന്ന് പറയാൻ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആയ. സൂംഘ പറഞ്ഞാൽ എന്താണ്? മണം പിടിക്കുക. ഉസേ സൂംഘ, അവനെ മണം പിടിച്ചു.
ഓർ പിന്നെ ചലാ ഗയ പോയി. ബാലു ആയ ഉസേ സൂങ്ക ഓർ ചലാ ഗയ. എന്തുകൊണ്ടാണ് കരടി മണം പിടിച്ചതിന് ശേഷം മിണ്ടാതെ പോയത്? ക്യോങ്കി ബാലു മരേ ഹുയേ ഇൻസാൻ കോ നഹി ഖാത്ത. കാരണം കരടി മരിച്ച മനുഷ്യനെ ഭക്ഷിക്കില്ല, അതായത് ഡെഡ് ബോഡിയൊന്നും കഴിക്കാറില്ല. ക്യോങ്കി ബാലു മരേ ഹുയേ ഇൻസാൻ കോ നഹി ഖാത്ത. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ ബാലു കരടി, മരേ ഹുയേ ഇൻസാൻ മരിച്ച മനുഷ്യൻ, നഹി ഖാത്ത കഴിക്കാറില്ല. ക്യോങ്കി ബാലു മരേ ഹുയേ ഇൻസാൻ കോ നഹി ഖാത്ത. എന്തായാലും കരടി ശ്യാമുവിനെ ശല്യം ചെയ്യാതെ പോയി. ശ്യാമു രക്ഷപ്പെട്ടു. അതിനുശേഷം എന്തു സംഭവിച്ചു? ജബ് ബാലു ചലാ ഗയ തബ് രാമു നീച്ചെ ഉത്തര. കരടി പോയപ്പോൾ രാമു താഴെ ഇറങ്ങി. ജബ് ബാലു ചലാ ഗയ തബ് രാമു നീച്ചെ ഉത്തര. ജബ് ബാലു ചലാ ഗയ എപ്പോഴാണോ കരടി പോയത് അപ്പോൾ, തബ് രാമു നീച്ചെ ഉത്തര അപ്പോൾ രാമു താഴെ ഇറങ്ങി. നീച്ചെ താഴെ, ഉത്തർന ഇറങ്ങുക, ഉത്തര ഇറങ്ങി. എപ്പോഴാണോ കരടി പോയത് അപ്പോൾ രാമു താഴെ ഇറങ്ങി. ജബ് ബാലു ചലാ ഗയ തബ് രാമു നീച്ചെ ഉത്തര. രാമു താഴെ ഇറങ്ങിയിട്ട് ശ്യാമുവിനോട് എന്താണ് ചോദിച്ചത്? ഓർ പൂച്ച ബാലുവിനെ തുമാരെ കാൻ മേ ക്യാ കഹ. കരടി നിന്റെ ചെവിയിൽ എന്താണ് പറഞ്ഞത്? ഓർ പൂച്ച ബാലുവിനെ തുമാരെ കാൻ മേ ക്യാ കഹ. പൂച്ച ചോദിച്ചു, തുമാരെ നിന്റെ, കാൻ ചെവി, കാൻ മേ ചെവിയിൽ, ക്യാ കഹ എന്താണ് പറഞ്ഞത്? ബോൽന കഹ്ന ബതാന ഇതൊക്കെ പറയുക എന്നാണ് അർത്ഥം. കഹ പറഞ്ഞു, ക്യാ കഹ എന്തു പറഞ്ഞു? ഓർ പൂച്ച ബാലുവിനെ തുമാരെ കാൻ മേ ക്യാ കഹ. ശ്യാമുനെ മുസ്കുരാക്കർ കഹ. ശ്യാമു പുഞ്ചിരിയോടെ പറഞ്ഞു. ശ്യാമുനെ മുസ്കുരാക്കർ കഹ. മുസ്കുരാക്കർ പുഞ്ചിരിച്ചിട്ട്, കഹ പറഞ്ഞു. ശ്യാമുനെ മുസ്കുരാക്കർ കഹ. ശ്യാമുനെ ക്യാ കഹ. ശ്യാമു എന്താണ് പറഞ്ഞത്? ഉസ്നെ കഹ കി ജോ സച്ചാ ദോസ്ത് ഹോത്താ ഹെ വ മുസീബത്ത് മേ സാത്ത് ചോഡ്കർ നഹി ഭാഗ്ത. അവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു യഥാർത്ഥ സുഹൃത്ത് കഷ്ടകാലത്ത് വിട്ടിട്ട് പോകില്ല. ഉസ്നെ കഹ കി അവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ജോ സച്ചാ ദോസ്ത് ഹോത്താ ഹെ ആരാണോ യഥാർത്ഥ സുഹൃത്ത്, വ അവൻ, മുസീബത്ത് മേ കഷ്ടകാല സമയത്ത്, സാത്ത് ചോഡ്കർ നഹി ഭാഗ്ത വിട്ടിട്ട് ഓടിപ്പോകില്ല. ഭാഗ്ന ഓടിപ്പോവുക, സാത്ത് ചോഡ്കർ നഹി ഭാഗ്ത വിട്ടിട്ട് പോകില്ല എന്നർത്ഥം. ഉസ്നെ കഹ കി ജോ സച്ചാ ദോസ്ത് ഹോത്താ ഹെ വ മുസീബത്ത് മേ സാത്ത് ചോഡ്കർ നഹി ഭാഗ്ത. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ठीक है, धन्यवाद. अगले वीडियो में मिलते हैं, तब तक के लिए अलविदा.